പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള സഹോദരീ സഹോദരങ്ങൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 മെയ് മാസം 10-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ ദിനത്തിന് ജീവജലത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ആരംഭിച്ച് ഇന്ന് 1501-ാമത്തെ എപ്പിസോഡാണ്. അതായത് 1500 എപ്പിസോഡുകൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കൃപയാൽ ഒരു ദിവസം പോലും സ്കിപ്പാകാതെ മിസ് ചെയ്യാതെ ഇന്നുവരെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ 4 വർഷത്തിലധികമായി മുടങ്ങാതെ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിക്കുവാൻ കാരണം കോവിഡ് കാലയളവാണ്. കോവിഡിൻ്റെ അതിഭീകരമായ നാളുകളിൽ അനേക ദൈവമക്കൾ അനുദിന വാഗ്ദത്ത വചനത്തിനായി ആവശ്യപ്പെട്ടു. അതിൻ്റെ ഫലമായി ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബഹ്റിൻ മലയാളി CSI പാരീഷിലെ വളരെ സജീവം അംഗമായിരിക്കുന്ന ക്രിസ്തുവിൽ എൻ്റെ സഹോദരൻ ബ്രദർ ജോമോൻ മലയിൽ ജോർജ് ഒരു വലിയ സഹായം ചെയ്തതിലൂടെയാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിക്കുവാൻ ഇടയായത്. അദ്ദേഹത്തെയും കുടുംബത്തെയും പ്രാർത്ഥനയോടെ ഇന്നേ ദിനം സ്മരിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അനേകരുടെ കൈത്താങ്ങലുകൾ, പ്രത്യേകിച്ച് ആരംഭ കാലഘട്ടങ്ങളിൽ ടെക്നിക്കൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സമയാസമയങ്ങളിൽ റെക്കോർഡ് ചെയ്ത് അത് ടെലികാസ്റ്റ് ചെയ്യുവാൻ കർത്താവ് ഇടയാക്കി. 4 വർഷത്തിലധികമായി ലക്ഷോപലക്ഷം ദൈവജനം അതാത് ദിവസത്തെ വാഗ്ദത്ത വചനം കേട്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായി എന്ന് പല വിധങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ, സുവിശേഷ പ്രഘോഷണങ്ങൾക്കായി പല രാജ്യങ്ങളിൽ എത്തിയപ്പോൾ അനേകർ പറഞ്ഞത് സാക്ഷ്യപ്പെടുത്തിയത് ഇന്നും നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ഓർക്കുന്നു. എൻ്റെ പിതാവിൻ്റെ മരണ ദിവസം പോലും ഈ ശുശ്രൂഷയ്ക്ക് ഭംഗം വരാതെ അനേക ഇടങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ പോലും വാഹനത്തിലിരുന്നും പെട്രോൾ സ്റ്റേഷൻ, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെ പലയിടങ്ങളിലായി ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ മുടങ്ങാതെ 1501-ാം എപ്പിസോഡിലേക്ക് പ്രവേശിപ്പിച്ച സർവശക്തനായ ദൈവത്തിന് ആയിരം നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. എൻ്റെ കേൾവിക്കാരായ എല്ലാ വിശ്വാസ സമൂഹത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ മുൻപോട്ടും കർത്താവിൻ്റെ വരവ് വരെ നമ്മളാവോളം ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് അനേകർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അതിനായി പ്രയത്നിക്കുന്നു. തുടർന്നും നമുക്കൊന്നിച്ച് കർത്തൃസന്നിധിയിൽ മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവജലത്തിൽ കൂടി ഇന്ന് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത വചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 58-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 58 നാം ഇപ്രകാരം വായിക്കുന്നു: അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ല. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ധാരാളം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്നിവ നടന്നിരിക്കുന്നതായി 4 സുവിശേഷങ്ങളിലായി നാം പഠിക്കുന്നു. മാത്രമല്ല, എത്ര എഴുതിയാലും തീരാതെ വണ്ണം അത്ഭുതങ്ങൾ നടന്നിരിക്കുന്നു എന്നും വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ
അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായതാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. യേശു പരസ്യ ശുശ്രൂഷ നടത്തി തന്റെ സ്വന്തം ഭവനത്തിൽ പിതൃനഗരത്തിൽ എത്തി ദൈവാലയത്തിൽ ഉപദേശിച്ചു. ദൈവാലയത്തിലെ ആളുകൾ തമ്മിൽ ചോദിക്കുവാനിടയായി, ഇവന് ഇത്ര അറിവ്, ജ്ഞാനം, അത്ഭുത പ്രവൃത്തികൾ എവിടെ നിന്നാണ്? ഇതെങ്ങനെയാണ് ഇവൻ സിദ്ധിച്ചത്? ഇവനെ നമ്മൾ അറിയാത്തവനല്ലല്ലോ. ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ അല്ലേ? ചോദ്യത്തിലൊക്കെ പലപ്പോഴും പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും ധ്വനിയാണ്. ഇവന്റെ സഹോദരങ്ങളല്ലേ യാക്കോബ്, യോസെ, യൂദ, ശിമോൻ, സഹോദരിമാരെയും നമുക്കറിയാം. പിന്നെ ഇവന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത? ഇവന് എവിടെ നിന്നാണ് ഈ അറിവുകൾ? ഇത് കേട്ട് ഗ്രഹിച്ച് മനസ്സിലാക്കിയ യേശു വളരെ ശാന്തമായി ഒരു പദപ്രയോഗം, ഒരു വാചകം പറഞ്ഞതായി നാം അതിന്റെ 56-57 വാക്യങ്ങളിൽ വായിക്കുന്നു. ഒരു പ്രവാചകനും തന്റെ സ്വന്തം നഗരത്തിൽ സമ്മതനല്ല. മറ്റെല്ലായിടങ്ങളിലും സമ്മതനായാലും സ്വന്തം നഗരത്തിൽ അവർ സമ്മതിക്കുകയില്ല. അന്നേരമാണ് ആ വ്യക്തിയുടെ കുടുംബ പശ്ചാത്തലം നമുക്ക് മനസ്സിലാകാൻ, നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ബയോളജിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും മാത്തമാറ്റിക്സും സകലവും എണ്ണി തിട്ടപ്പെടുത്തി കുടുംബത്തെയും കുടുംബക്കാരെയും എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. അങ്ങനെ യേശുവിൽ ദൈവദത്തമായി, അതെ, തൃത്വത്തിലെ രണ്ടാമനായി ഈ ഭൂമിയിൽ കന്യകയിൽ കൂടെ അവതരിച്ച യേശുവിനെ ഉൾക്കൊള്ളാതെ പുച്ഛത്തോടെ പരിഹാസത്തോടെ നിന്ദിച്ച അവരുടെ അവിശ്വാസ നിമിത്തം യേശു അവിടെ അത്ഭുത പ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ സാധിച്ചില്ല. ഇതിനൊരു മറുവശം കൂടുണ്ട്. ഒരു പക്ഷേ തന്റെ പിതൃനഗരത്തിൽ ദൈവാലയത്തിന് ഉപദേശിച്ചിട്ട് അവിടെ വേദനയിലും സങ്കടത്തിലും വിഷമത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും വിടുവിക്കുവാനും അത്ഭുതങ്ങൾ നടത്തുവാനും അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാനും ഒരുപക്ഷെ യേശു ആസ് എ ഹ്യൂമൻ, ആസ് എ പേഴ്സൺ, ആസ് എ ഗോഡ് ഉള്ളിൽ ചിന്തിച്ചിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വാക്യം ഇവിടെ എഴുതി ചേർക്കുവാനിടയായത്. അവരുടെ അവിശ്വാസ നിമിത്തം യേശുവിന് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ ഈ വാഗ്ദത്ത വചനം നമ്മുടെ 1501 എപ്പിസോഡിൽ നമ്മോട് വളരെ ഹൃദ്യമായി സംസാരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പോൾ നമ്മുടെ വിഷയങ്ങളുമായി തമ്പുരാന്റെ അടുക്കൽ മുഴങ്കാലും അടക്കുമ്പോൾ പരിപൂർണമായ വിശ്വാസത്തോടും അതിലേറെ ആശ്രയബോധത്തോടും നമ്മെ തന്നെ സമർപ്പിച്ച് എന്റെ കർത്താവ് എനിക്കിത് തരുവാൻ മതിയായവനാണ്, വിശ്വസ്തനാണ്, അതിനപ്പുറത്ത് എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടും പരിപൂർണമായ വിശ്വാസത്തോടും അടുത്തു വന്നാൽ ഈ 10-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവങ്ങളുടെയും ഭവനത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ മറുവശം നമുക്കൊരു വലിയ ചൂണ്ടുപലകയായി മാറുകയാണ്. ഇന്നത്തെ വാഗ്ദത്ത വചനം ഒരു ചലഞ്ചായി എന്നെ കേൾക്കുന്നവരിൽ എത്ര പേർ ഏറ്റെടുക്കും? അതെ, ഞാൻ യേശുവിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. യേശുവിന്റെ ജന്മത്തെയോ കുടുംബത്തെയോ ദൈവത്വത്തെയോ അത്ഭുതത്തെയോ അറിവിനെയോ ജ്ഞാനത്തെയോ ചോദ്യം ചെയ്യുവാനല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട്
കിട്ടിയില്ലല്ലോ, എന്നാൽ ഞാനും നോക്കിയേക്കാം, കിട്ടുമോ എന്നറിയാം. ഇങ്ങനെയുള്ള സംശയങ്ങളും സംശയ മുനകളും വെച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കി, ചിന്തകൾ ഒഴിവാക്കി, പരിപൂർണ ഹൃദയത്തോടെ കണ്ണുമടച്ച് ഒരു പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ വിശ്വസിച്ച് ആര് ഇന്ന് പ്രഭാതത്തിൽ അടുത്തു വരുന്നോ, പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നാളുകളായി നിങ്ങൾ കാത്തിരിക്കുന്ന, നിങ്ങൾ നോക്കിപ്പാർക്കുന്ന, നിങ്ങൾ കണ്ണുനീരോടെ, പ്രാർത്ഥനയോടെ, നിങ്ങൾ ആവേശത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് ഉത്തരം തരുവാൻ, മറുപടി തരുവാൻ, വിടുതൽ തരുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് ഒരു വലിയ വിടുതൽ അയക്കുവാൻ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ പ്രസംഗിക്കുന്ന, കഴിഞ്ഞ 1500 എപ്പിസോഡുകളായി ലോകം മുഴുവനും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ യേശു മതിയായവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആകയാൽ ഇന്ന് ഒരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് പരിപൂർണ വിശ്വാസത്തോടും തികഞ്ഞ അച്ചടക്കത്തോടും അതിലേറെ ആശ്രയബോധത്തോടും ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. അങ്ങനെ വിടുതൽ പ്രാപിച്ച് കർത്താവിന് നല്ല സാക്ഷികളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ സർവശക്തനായ ദൈവം ജീവജലത്തിന്റെ ഓരോ പ്രേക്ഷകരെയും, ഓരോ കേൾവിക്കാരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അപ്പ, ജീവജലത്തിന്റെ 1501 എപ്പിസോഡിലേക്ക് പ്രവേശിപ്പാൻ ഉയരത്തിലെ ദൈവം ഒരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. ഇത് ആരംഭിക്കുവാനും തുടർന്ന് ഇതിനുവേണ്ടി കൈത്താങ്ങൽ നൽകുകയും അധ്വാനിക്കുകയും ചെലവിടുകയും കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ വചനം സ്ഥിരമായി കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. അവരെയൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കണം. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങൾ അങ്ങയെ ചോദ്യം ചെയ്യാതെ, വിശ്വാസത്തിൽ സംശയിക്കാതെ, പരിപൂർണമായി ആശ്രയിച്ചുറച്ച് അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന വിശ്വാസത്തോടെ അടുത്തു വന്ന് അങ്ങയുടെ വലിയ വീര്യപ്രവൃത്തികൾ അനുഭവിച്ച് അനേകരെ യേശുവിലേക്ക് നേടുവാനും നിത്യത തുറമുഖത്ത് അങ്ങയെ കണ്ടെത്തി യുഗായുഗങ്ങൾ വസിപ്പാനും ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം കേട്ടതുപോലെ നമ്മുടെ വിശ്വാസം വളരെ വളരെ ആഴമേറിയതും ഉദാത്തവും വളരെ ദൈവകൃപ നിറഞ്ഞതുമായിരിക്കണം. സംശയങ്ങൾക്കൊന്നും സ്ഥാനമില്ലാതെ, അതെ, ചോദ്യങ്ങൾക്കൊന്നും സ്ഥാനമില്ലാതെ കണ്ണുമടച്ച് വിശ്വസിച്ച് ദൈവകൃപയും വിടുതലും പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. ജീവജലം ശ്രവിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലായ ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ധാരാളം വചനങ്ങൾ, ഓരോ സമയത്തേക്കുള്ളത് വചന ശുശ്രൂഷകൾ, വേദപഠന ക്ലാസുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അവ കേട്ട് അനുഗ്രഹം പ്രാപിച്ച് ദൈവവചനത്തിൽ വളരുവാൻ കർത്താവ് നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.